إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഓരോ രാവും പകലും എങ്ങനെയാണ് നമ്മിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്ന് സത്യവിശ്വാസികളെന്ന നിലക്ക് നാം ഒക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കണം. വളരെ കൃത്യമായ ലക്ഷ്യം രാപ്പകലുകൾ നമുക്കായി സജ്ജീകരിച്ചതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ. നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അവന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയുമാണ് ഇത് എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവയൊക്കെ നമുക്കായി ഒരുക്കിത്തന്ന റബ്ബിന് കീഴ്പ്പെട്ട് അവന് നന്ദി കാണിച്ച് ജീവിക്കലാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ബാധ്യത. ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും അള്ളാഹുവിന് കീഴ്പ്പെടും. അവന് കീഴ്പ്പെട്ടുകൊണ്ടാണ് അവരൊക്കെ കഴിഞ്ഞുകൂടുന്നത് എന്ന കാര്യം അള്ളാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവലം യറൗ ഇലാമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. അവർ കാണുന്നില്ലേ അള്ളാഹു സൃഷ്ടിച്ചവയുടെ നിഴലുകൾ പോലും വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞും ചെരിഞ്ഞും അള്ളാഹുവിന് സുജൂദിലായി കഴിയുന്നു. അള്ളാഹുവിന് അവർ കീഴ്പ്പെടുന്നു. വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമായ മുഴുവൻ ജീവികളും മലക്കുകളും യാതൊരു അഹങ്കാരവും കാണിക്കാതെ അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർക്ക് മീതെയുള്ള റബ്ബിനെ ഭയപ്പെടുന്നു ആ മലക്കുകൾ. അവരോട് എന്താണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അവരത് ചെയ്യുന്നു. വലഹു മാ ഫിസ് സമാവാതി വൽ അർളി വലഹുദ്ദീനു വാസിബ. അള്ളാഹുവിൻ്റെതാണ് ഈ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ. അതുകൊണ്ട് തന്നെ നിരന്തരമായ കീഴ്വണക്കവും അവന് തന്നെയാണ്. എന്നിട്ട് അള്ളാഹു ചോദിച്ചത് അഫഗൈറല്ലാഹി തത്തഖൂൻ. എന്നിട്ടും അള്ളാഹു അല്ലാത്തവരോടാണോ നിങ്ങൾ ഭക്തി കാണിക്കുന്നത് എന്നാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം മറ്റു പ്രവാചകന്മാരെക്കാളും ഒരുപാട് പ്രത്യേകതകൾ മുഅ്ജിസത്തുകൾ ലഭിച്ച പ്രവാചകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോൾ വദ്കുർ അബ്ദനാ ദാവൂദ് ദൽ ഐദി ഇന്നഹു അവ്വാബ്, കയ്യൂക്കുള്ള
കരുത്തും ശക്തിയുമുള്ള ആ ദാവൂദ് അലൈഹിസ്സലാമിനെ നീ ഓർക്കുക. അദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയവനായിരുന്നു. ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇശ്റാഖ്. രാവിലെയും വൈകുന്നേരവും സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ അള്ളാഹുവിന് പ്രകീർത്തിക്കുന്ന നിലക്ക് നാം സജ്ജീകരിച്ചു. വത്വയ്റ മഹ്ശൂറ, പക്ഷികളെയും അതിനായി ഒരുമിച്ചു കൂട്ടി. കുല്ലുല്ലഹു അവ്വാബ്, അവയൊക്കെ അനുസരണ വിധേയമായിരുന്നു എന്ന് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ പറഞ്ഞ ദൽ ഐദ്, കയ്യൂക്കുള്ളവൻ, ശക്തിയുള്ളവൻ എന്നതിനെ വിശദീകരിച്ച് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് അൽ ഖുവ്വത്തു ഫിൽ ഇൽമി വൽ അമൽ, അറിവിലും അതനുസരിച്ച പ്രവർത്തനത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ശക്തി. അൽ ഖുവ്വത്തു ഫി ത്വാഅ, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ആ ഉന്മേഷം. ഖുവ്വത്തും ഫിൽ ഇബാദ വ ഫിഖ്ഹൻ ഫിൽ ഇസ്ലാം, ഇബാദത്തിന് തനിക്ക് ലഭിച്ച ആരോഗ്യവും സമയവും അതിന് ചെലവഴിച്ച കാര്യം, ദീനീ വിജ്ഞാനം നേടിയ കാര്യം, ഇതൊക്കെ വിശദീകരിച്ചത് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഐഹിക ജീവിതത്തിൽ ഇതാണ് നമ്മുടെയും ബാധ്യത എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറഞ്ഞു, അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സത്യമായി അവതരിച്ച വിശുദ്ധ ഖുർആനിലേക്ക് മനസ്സിനെ കീഴ്പ്പെടുത്താൻ, അള്ളാഹുവിനെ ഓർത്ത് ഹൃദയങ്ങൾക്ക് താഴ്മ കാണിക്കാൻ സത്യവിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ഇവരാകാതിരിക്കാൻ. ഫത്വാല അലൈഹിമുൽ അമദ്, കാലം കുറേയായി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരധികം ആളുകളും തമ്മാടികളായി മാറി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു നമുക്ക് നൽകുന്ന, അവനെ ഓർക്കാനും അവനിലേക്ക് കൂടുതൽ ഇബാദത്തുകളുമായി സൽക്കർമ്മങ്ങളുമായി അടുക്കാൻ ചില അവസരങ്ങൾ പ്രത്യേകമായി നൽകാറുണ്ട്. അത്തരമൊരു അവസരത്തിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. വിശുദ്ധ ഖുർആനിൽ വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞത് ദുൽഹിജ്ജ ആദ്യ 10 ദിവസങ്ങളെ കുറിച്ചാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാൻ കഴിയും. പ്രഭാതം തന്നെയാണ് സത്യം, 10 രാവുകളും തന്നെയാണ് സത്യം. ഇതുപോലെ വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ സ്മരിക്കാൻ. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അവർ അല്ലാഹുവിനെ ഓർക്കാൻ. ഈ ആയത്തിൽ പറഞ്ഞ അൽ അയ്യാമുൽ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ അയ്യാമുത് തശ്രീഖ്, തശ്രീഖിന്റെ ദിനങ്ങളും. അൽ അയ്യാമുൽ മഅലൂമാത്ത് എന്നത് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുമെന്നാണ് എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ ദിവസങ്ങളുടെ പ്രത്യേകതയായി ഹദീസുകളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, അഫ്ളലു അയ്യാമിസ്സന, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അതുപോലെ പണ്ഡിതന്മാർ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയൊരു കാര്യം, ലിമഖാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി, ഈ ദീനിൽ, ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളും സംഗമിക്കുന്ന ദിനങ്ങളാണ് ഈ ദിവസം എന്നതാണ്. ഈ ദിവസങ്ങളിൽ ഹജ്ജ് വരുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച വരുന്നുണ്ട്, ഈ ദിവസങ്ങളിൽ നോമ്പ് വരുന്നുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ വേണമെങ്കിൽ നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാം. ഇതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനകളും ദിക്റുകളും, ഒരുപക്ഷെ ഒരാളുടെ സക്കാത്തിന്റെ സമയം ഈ ദിവസങ്ങളിലാവാം. സ്വതക്കകൾ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസങ്ങളും, എല്ലാ പുണ്യങ്ങളും ഇബാദത്തുകളും സംഗമിച്ച ദിവസങ്ങളാണ് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ എന്നാണ്. ഒരു ഹദീസിൽ കാണും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫി അയ്യാമിൽ അശ്ർ അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി, ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങളാണ് മറ്റു ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠം. സ്വഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ്,
അപ്പോൾ ജിഹാദോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലൽ ജിഹാദു ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ജിഹാദുമില്ല. എങ്ങനെയല്ലാതെ ഒരാൾ തന്റെ ശരീരവുമായി തന്റെ സമ്പത്തുമായി അവൻ ജിഹാദിനിറങ്ങുന്നു, അവൻ തിരിച്ചു വരുന്നില്ല. അവന്റെ ശരീരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി, അവന്റെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകി. അങ്ങനെ ഒരാൾ ചെയ്താൽ അവനാണ് ഈ ദിവസങ്ങളെക്കാളും പുണ്യം ചെയ്തവൻ. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ഓർമ്മപ്പെടുത്താൻ കാരണം, ഈ ദിനങ്ങളിൽ നാം ഒരിക്കലും അശ്രദ്ധരാകരുത്. സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിച്ചും പ്രാർത്ഥനകളിലും ദിക്റുകളിലും സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും ഖുർആൻ പാരായണങ്ങളിലും ഒക്കെ മുഴുകി ഈ ദിവസങ്ങളെ ധന്യമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുമായിരുന്നു, തഫഖദുൽ ഹലാവത ഫീ സലാസതി അഷ്യ. നിങ്ങൾ 3 കാര്യങ്ങളിൽ മാധുര്യം കണ്ടെത്തണം. നമ്മൾ പലതിലും മാധുര്യം കണ്ടെത്താറുണ്ട്. കണ്ണിന് രുചിയുള്ള, നാവിന് രുചിയുള്ള, കാതിന് രുചിയുള്ള, അങ്ങനെ നമുക്ക് താല്പര്യമുള്ള പലതും ഈ ഭൗതിക ലോകത്തുണ്ട്. അത് തേടിപ്പിടിക്കാറുണ്ട്, അതിന് പണം ചെലവഴിക്കാറുണ്ട്. ഹസനുൽ ബസ്രി പറയുന്നു, 3 കാര്യങ്ങളിൽ നിങ്ങൾ മാധുര്യം കണ്ടെത്തണം. ഒന്ന് ഫിസ്വലാ, നമസ്കാരത്തിൽ. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അതൊരു അനുഭവമായി മാറണം. നമസ്കാരത്തിനൊരു സമയം കിട്ടുക എന്നത് അതൊരു മധുരകരമായ അവസ്ഥ വരണം. രണ്ടാമത്തത് വഫി ദിക്ർ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ. മൂന്നാമത്തത് വഫി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ. ഈ 3 എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നർത്ഥം. ഹസനുൽ ബസ്രിയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്നി അഷ്കു ഇലൈക ഖസ്വതൻ ഫീ ഖൽബി, എന്റെ ഹൃദയം കടുത്തുപോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഹസനുൽ ബസ്രി അതിന് പരിഹാരം പറഞ്ഞത് അദിബ്ഹാ ബിദിക്രില്ലാ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ലോലമാക്കണം, അതിനെ വിനയപ്പെടുത്തണം എന്നാണ്. അള്ളാഹുവിന്റെ ദിക്ർ എല്ലാറ്റിനും പരിഹാരമാണ് എന്ന് നാം മനസ്സിലാക്കണം. നല്ല ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ആരോഗ്യത്തിന് വേണ്ടിയാണ്. നമ്മളതിന് താല്പര്യം കാണിക്കാറുണ്ട്, ആരോഗ്യ സംരക്ഷണം. എന്നാൽ ദിക്റുകൾ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ്. ദിക്റുകൾ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണെന്ന് ഓർക്കണം. ആ ആത്മാവിനെ ദിക്റുകൾ കൊണ്ട് ധന്യമാക്കിയാൽ അതിന്റെ നേട്ടം എന്താണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ റൂഹ്, നിന്റെ ജീവൻ തൊണ്ടക്കുഴിയിലെത്തുന്ന ആ സമയം നീ അതാ മേൽപോട്ട് നോക്കുകയാണ്, ആരാണ് എന്നെ സഹായിക്കാനുള്ളത്, നിനക്ക് ആ റൂഹിനെ തിരിച്ചു പിടിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ മരണത്തെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കാര്യം ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ആ മരിക്കുന്ന നേരം അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച് അവന്റെ ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും നേടിയ നിലക്കാണോ ഒരാൾ മരണപ്പെടുന്നത്, ഫറൗഹും വറൈഹാനുൻ വജന്നത്തു നഈം, അവർക്കുള്ളതാണ് എല്ലാവിധ ആശ്വാസവും, റബ്ബിന്റെ അരികിലുള്ള സ്വർഗീയ അനുഭൂതി അടങ്ങുന്ന സ്വർഗത്തോപ്പുകളും വിശിഷ്ടമായ എല്ലാ ഭക്ഷണവും എല്ലാം അവിടെയുണ്ട്. എന്നാൽ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അല്ലാലീൻ, എല്ലാ വഴികേടിലും എല്ലാ കള്ളത്തരത്തിലുമായി തിന്മയിൽ നിറഞ്ഞ ജീവിതമാണ് നയിച്ച് അങ്ങനെയാണ് മരിക്കുന്നതെങ്കിലോ ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം, അവർക്കാണ് പൊള്ളുന്ന വെള്ളം, ചുട്ടുപൊള്ളുന്ന വെള്ളം കുടിക്കാൻ നരകത്തിൽ നൽകപ്പെടുന്നത്. ആ ചുട്ടരിക്കുന്ന നരകാഗ്നി അവർക്കാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സാന്നിധ്യം, അള്ളാഹുവിന്റെ സാമീപ്യം, അവന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറയുമായിരുന്നു, ഇന്ന ഫിദ്ദുനിയ ജന്ന, ഈ ദുനിയാവിലുണ്ടൊരു സ്വർഗം, മല്ലം യദ്ഖുൽഹാ ലം യദ്ഖുൽ ജന്നത്തൽ ആഖിറ, ദുനിയാവിലെ സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ചില്ലെങ്കിൽ പരലോകത്തെ സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല. ഏതാണ് ആ ദുനിയാവിലെ സ്വർഗം? ഈ പറഞ്ഞ അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് അവനെ ഓർക്കൽ, അവനെ ഇബാദത്തിൽ മുഴുകൽ, നമസ്കാരം നിലനിർത്തൽ,
അങ്ങനെ അള്ള തൃപ്തിപ്പെടുന്ന കാര്യങ്ങളിൽ മുഴുകലാണ് ദുനിയാവിലെ സ്വർഗം. ആ സ്വർഗത്തിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ പരലോകത്തെ സ്വർഗം ലഭിക്കുകയുള്ളൂ എന്നതാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാൻ, നമ്മുടെ ഖബറിലേക്കുള്ള വിഭവങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇബ്നു റജബുൽ ഹംബലി റഹ്മഹുല്ല തന്റെ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹ് നൽകിയ ഓഫറുകൾ, പുണ്യങ്ങളുടെ പൂക്കാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞത്, പരമാവധി ഖബറിലേക്ക് സമ്പാദിച്ചെടുക്കുക. ലൈസലിൽ മയ്യിതി ഫീ ഖബരിഹി ഫിത്റുൻ വലാ അൽഹ വലാ അശ്റു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിൽ പിന്നെ ഈദുൽ ഫിത്ർ ഇല്ല, ഈദുൽ അൽഹ ഇല്ല, ഈ പറഞ്ഞ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ശ്രേഷ്ഠ ദിനങ്ങളൊന്നും അവന്റെ ഖബറിലില്ല. നാഇൻ അനിൽ അഹ്ലി അലാ ഖുർബിഹി കദാക മൻ മസ്കനുൽ ഖബർ. അവന്റെ കുടുംബത്തോട് എത്ര അടുത്ത് കഴിഞ്ഞവനാണെങ്കിലും അവന്റെ കുടുംബത്തെ വിട്ട് ഖബറിൽ കഴിഞ്ഞുകൂടും. ഇങ്ങനെ ഖബർ വീടായി ലഭിച്ചവർക്കൊക്കെ ആ ഖബറിൽ പിന്നെ സൽക്കർമ്മങ്ങളോ പുണ്യങ്ങളോ ചെയ്യാനില്ല. ആ ഖബറിലേക്ക് എത്തും മുമ്പ് അതൊക്കെ നേടിയെടുക്കണമെന്നതാണ്. പരമാവധി ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സത്യവിശ്വാസികളെന്ന നിലക്ക് നാം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനുള്ള താല്പര്യം നമുക്കുണ്ടാകണം. മരണം എല്ലാ സൽക്കർമ്മങ്ങളെയും നിശ്ചലമാക്കും. പക്ഷെ മരണം മാത്രമല്ല സൽക്കർമ്മങ്ങളെ നിശ്ചലമാക്കുക. ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില ഘട്ടങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരു ഹദീസിൽ ബാദിറൂ ബിൽ അഅ്മാലി സബ്അൻ, 7 കാര്യങ്ങൾ നിങ്ങൾക്ക് വരും മുമ്പ് സൽക്കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം വരുന്നതിനെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ഔ ഗിനൻ മുത്ഗിയ, ധിക്കാരിയാക്കുന്ന ഐശ്വര്യകാലത്തെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഔ മറളൻ മുഫ്സിദ, എല്ലാ കുഴപ്പങ്ങൾക്കും മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തുന്ന രോഗത്തെയാണോ കാത്തിരിക്കുന്നത്? ഔ ഹറബം മുഫന്നിദ, പിച്ചും പേയും പറയുന്ന അവശതയുടെ വാർദ്ധക്യത്തെയാണോ കാത്തിരിക്കുന്നത്? ഔ മൗതൻ മുജ്ഹിസ, ആകസ്മികമായി വരുന്ന മരണത്തെയാണോ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാൽ, ദജ്ജാലിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഫശ്ശർറു ഗായിബിൻ യുൻതളർ, ദജ്ജാൽ എന്ന നിങ്ങൾ കാത്തിരിക്കുന്ന ആ ദജ്ജാലിന്റെ ഫിത്ന, ഷർറ് എത്രമാത്രം വലുതാണ്. അവിസ്സാഅ, അല്ലെങ്കിൽ അന്ത്യനാളാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഫസ്സാഅതു അദ്ഹാ വ അമർ, അന്ത്യനാൾ ഏറ്റവും പ്രയാസവും കൈപ്പുറ്റതുമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ ഹദീസിൽ പറഞ്ഞ മരണവും അതുപോലെ ദജ്ജാലും അതുപോലെ അന്ത്യസമയവും അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ഇതാണ് വരുന്നതെങ്കിൽ സൽക്കർമ്മങ്ങൾക്ക് പിന്നെ അവസരമില്ല. അതുകൊണ്ട് ലഭിച്ച അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി റബ്ബിന്റെ തൃപ്തി നേടി ജീവിക്കാൻ എല്ലാവരും ശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന രോഗികൾക്ക് റബ്ബ് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി സഹായിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്നഹ് വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين. اللهم لا تدع لنا ذنبا الا غفرته ولا دينا الا قضيته ولا مريضا الا شفيته ولا ميتا الا رحمته ولا بلاء الا رفعته يا ارحم الراحمين.
ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.